ഒറ്റനോട്ടത്തിൽ മനോഹരമായ പൂക്കളം തന്നെ. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ പേനയുടെ ടോപ്പുകളും കുപ്പിയുടെ മൂടിയും മിൽമയുടെ കവർ പിച്ചിയിട്ടതുമൊക്കെ കാണാം. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കയർ അരിഞ്ഞിട്ടതാണ് മഞ്ഞ നിറത്തിൽ കാണുന്നത്. ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ജില്ലാ കലക്ടർ മേഘശ്രീയും ഈ ആശയത്തെ അഭിനന്ദിച്ചു. വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഒരു പൂക്കളം ഉണ്ടാക്കി കൂടുതൽ വേസ്റ്റ് ഇല്ലാതെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിട്ടുള്ള ഒരു നല്ല ഓണാഘോഷമായിട്ട് മാറണം എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഹരിതകർമ്മസേന, ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരും എല്ലാവരും വേസ്റ്റ് മാനേജ്മെൻറ്റ് എൻറ്റയർ ടീമിൻ്റെ ഒരു എഫേർട്ടാണ്. ഇതും വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഐ തിങ്ക് കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ആയിരിക്കും പരിപാടി. അജൈവ മാലിന്യങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചിത്വ മിഷൻ ഇങ്ങനെയൊരു പൂക്കളം മുന്നോട്ട് വെച്ചത്. തദ്ദേശ ഭരണ വകുപ്പിലെ ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളുമൊക്കെ ഉദ്യമത്തിൽ പങ്കാളികളായി. നമ്മുടെ ഈ വേസ്റ്റ് ഒന്നും വേസ്റ്റല്ല, അത് അമൂല്യമായ വിലമതിക്കുന്ന ഒരു സാധനമാണെന്നും അത് തരംതിരിച്ച് ജനങ്ങൾ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നല്ലൊരു വരുമാന മാർഗമാണ് എന്ന് ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിലേക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അപൂർവമായ ഒരു സംവിധാനം നമ്മൾ ഇന്നിവിടെ ഒരുക്കിയത്. വയനാട് ജില്ലാ ശുചിത്വ മിഷൻ മുമ്പും മാലിന്യ നിർമ്മാർജ്ജനത്തിലും പുനരുപയോഗത്തിലുമൊക്കെ ശ്രദ്ധേയമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെയുണ്ട്. കമൽ, വലിയൊരു സന്ദേശം കൂടി നൽകുന്നു എന്നുള്ളതാണല്ലേ. ഇപ്പോൾ ഓണക്കാലത്തൊക്കെ നമ്മൾ പലതരത്തിലുള്ള പൂക്കളങ്ങളൊക്കെ കാണാറുണ്ട്. പൂക്കൾ കൊണ്ടല്ലാതെയുള്ള പൂക്കളങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ നോക്കിയാലും ഓണക്കാലത്തൊരു പൂക്കളം ഇടുക, ആഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വയനാട്ടിലെ ശുചിത്വ മിഷൻ എപ്പോഴും ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് അവിടെ നിന്ന് ശുചിത്വ മിഷനിലെ അനൂപ് വിളിക്കുകയാണ്, ഒന്നിങ്ങോട്ട് വരാമോ, ഞങ്ങൾ ഒരു പ്രത്യേക പൂക്കളം ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് എല്ലായിടത്തും പൂക്കളം ഉണ്ടല്ലോ? ഇതല്ല, ഇത് ഞങ്ങളുടെ പൂക്കളമാണ്. ഇത് റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പൂക്കളം ഇട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് ഞാൻ തൊട്ടടുത്ത് SKMJ ഹൈസ്കൂളിൽ തന്നെയാണ് ഞാനൊന്ന് പോയി നോക്കാമെന്ന് വെച്ച് പോകുന്നത്. പക്ഷേ പോയി കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതൊരു പൂക്കൾ കൊണ്ടുള്ള പൂക്കളം അല്ല എന്ന് നമ്മൾ ആരും പറയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അതിലെ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. കുപ്പിയുടെ മൂടി, പേനകളുടെ, ബോൾ പെന്നുകളുടെ ടോപ്പുകൾ, അതൊക്കെ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ആ മഞ്ഞ നിറത്തിൽ പൂക്കളിട്ട പോലെ ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കയറ് അത്തരത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ അജൈവ മാലിന്യങ്ങളാണ് പൂർണ്ണമായും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മിൽമയുടെ കവറുണ്ട്, മറ്റ് നമ്മൾ സാധാരണ ക്യാരി ബാഗുകൾ പിച്ച് ചീന്തി ഇട്ട് പൂക്കൾ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ശുചിത്വ മിഷൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു സന്ദേശമാണ്, പുനരുപയോഗത്തിൻ്റെ സന്ദേശം. നമ്മൾ അജൈവ മാലിന്യങ്ങൾ പരമാവധി പുനരുപയോഗിക്കണം, വലിച്ചെറിയരുത്, ഒന്നും പാഴ്വസ്തുക്കളല്ല, പല രീതിയിൽ അതിന് ഉപയോഗമുണ്ടാകുമെന്നുള്ളൊരു സന്ദേശമാണ് പകരുന്നത്. ശുചിത്വ മിഷനോടൊപ്പം തദ്ദേശ ഭരണ വകുപ്പുണ്ടായിരുന്നു, അതിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നു, ഹരിതകർമ്മസേന ഉണ്ടായിരുന്നു. ശരി കമൽ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളുടെ പുനരുപയോഗ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഓണക്കാലത്ത് ഒരു പൂക്കളത്തിലൂടെ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ശരി കമൽ.